ഈ സമകാലിക ലോകത്തെ എത്രയെത്ര ചെറുപ്പക്കാരാണ് മാരകമായ പല അസുഖങ്ങൾക്കും പൊടുന്നനെ അടിമപ്പെട്ടു പോകുന്നത്. പെട്ടെന്ന് മാരകമായ അസുഖങ്ങൾക്ക് പലരും അടിമപ്പെട്ടു പോവുകയാണ്. ഞാൻ ഓർക്കുകയാണ്, മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അവസാന സമയത്തുള്ള അന്ത്യാഭിലാഷമായിരുന്നു തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ PMS പൂക്കോയ തങ്ങളുടെ പേരിൽ പാവപ്പെട്ട ഒരുപാട് രോഗികൾക്ക് ഉപകാരം ലഭിക്കുന്നതായ വലിയൊരു പ്രൊജക്ട്, കിടപ്പ് രോഗികൾക്ക് വലിയ ഉപകാരം ലഭിക്കുന്നതായ മഹത്തമായ പ്രൊജക്ട് കൊണ്ടുവരിക എന്നുള്ളത് പാണക്കാട് സയ്യിദ് PMS പൂക്കോയ തങ്ങൾ എന്ന ഹോസ്പിസ് എന്ന പ്രൊജക്ടിന്റെ മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അവസാന സമയത്ത് തുടക്കം കുറിച്ചതാണ്. ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ വാപ്പയായ PMS പൂക്കോയ തങ്ങളുടെ പേരിൽ കിടപ്പ് രോഗികൾക്കും പാവപ്പെട്ട രോഗികൾക്കും ആശ്രയമായി മാറുന്ന ഏറ്റവും വലിയൊരു പ്രൊജക്ട് കൊണ്ടുവരിക എന്നുള്ളത്. PMS പൂക്കോയ തങ്ങൾ ഹോസ്പിസ് എന്ന പേരിൽ എന്തായി ആ പ്രൊജക്ടിന് ഹൈദർ അലി തങ്ങൾ അവസാന സമയത്ത് തുടക്കം കുറിച്ചു. ഇന്ന് കേരളക്കരയിൽ അൽഹംദുലില്ലാഹ് അതിന്റെ ഒരുപാട് സെന്ററുകൾ പ്രവർത്തിക്കുകയാണ്. CH സെന്ററിന് കീഴിൽ ഇവിടെ അടുത്തെവിടെയുള്ളത് പയ്യന്നൂരുണ്ട് PMS ഹോസ്പിസ്, PMS പൂക്കോയ തങ്ങൾ ഹോസ്പിസ്. അതിന്റെ ഉത്തരവാദിത്തം മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഏൽപ്പിച്ചത് ആരെയെന്നറിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആത്മാർത്ഥമായി കൺസൾട്ടിങ് ചെയ്തുകൊണ്ടിരുന്ന ബഹുമാന്യനായ ഡോക്ടർ അമീർ അലി എന്ന ഒരു മഹാമനുഷ്യനെയാണ്. അദ്ദേഹം ഒരുപാട് കാലം ബാംഗ്ലൂരായിരുന്നു ഹോസ്പിറ്റൽ, പിന്നീട് കോഴിക്കോടേക്ക് വന്നു. അൽഹംദുലില്ലാഹ് PMS പൂക്കോയ തങ്ങൾ ഹോസ്പിസിന്റെ പല പ്രോഗ്രാമുകളിലും ഈ വിനീതന് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മട്ടന്നൂർ അതിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ പ്രിയപ്പെട്ട അമീർ അലി, ഡോക്ടർ അമീർ അലി ഈ വിനീതന്റെ കൂടെയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആ പ്രോഗ്രാമിന് അവിടെ പങ്കെടുത്തത്. ആ സമയത്ത് എനിക്ക് അമീർ ഡോക്ടർ ഈ ഒരു പ്രൊജക്റ്റിൽ കൂടി രോഗികൾക്ക് ട്രീറ്റ്മെന്റ് നൽകിയ രോഗികളുടെ കണക്കുകൾ കാണിച്ചു തരേണ്ട അദ്ദേഹത്തിന്റെ ഫോണിൽ കൂടി 45,000-ഓളം രോഗികൾക്ക് എന്തായി ആശ്വാസമായി മാറി. അങ്ങനെ അമീർ ഡോക്ടർ പറയാണ്, ഉസ്താദേ, ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉപകാരം ലഭിക്കുന്നത് മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗത്തിന് അടിമപ്പെട്ട രോഗികൾക്കാണ്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയത് 80-90 പ്രായമുള്ള വാപ്പാന്റെ ഫയല് വാപ്പാക്ക് സുഖമില്ല ഡോക്ടറെ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു തരുമ്പോഴല്ല, 80-90 പ്രായമെത്തിയ വാപ്പമാര് 25, 30, 35 പ്രായമുള്ള തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ഫയലുകൾ എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ആ തരുന്ന വാപ്പയുടെ കൈകൾ ഇങ്ങനെ വിറക്കും, വാങ്ങുന്ന എൻ്റെ കൈയും വിറക്കും. ആർക്കാണ് അസുഖമെന്ന് ഈ വാപ്പയോട് ചോദിക്കുമ്പോൾ ആ വാപ്പ വിറയുന്ന ശബ്ദത്തോടെ പല വാപ്പമാരും പറയാണ്, ഡോക്ടറെ, എൻ്റെ 30 വയസ്സുള്ള മകൻ, എൻ്റെ 35 വയസ്സുള്ള മകൻ മാരകമായ എന്ന അസുഖത്തിനാണ്. അങ്ങനെ എത്രയോ കേസുകൾ കേരളത്തിൽ ദൈനംദിനം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആത്മാർത്ഥമായി റബ്ബിനോട് ആരോഗ്യത്തിന് വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കുക. ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം മരിക്കുന്നത് വരെ ആഫിയത്ത് നിലനിന്ന് ലഭിക്കലാണ്.